ഹായ് ഹലോ നമസ്കാരം, ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പണി കിട്ടുവാൻ പോവുകയാണ്. 2025-26 അധ്യയന വർഷം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുവാനേ പറ്റൂ എന്ന് എനിക്ക് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കൂ. കാരണം ഓൾറെഡി 8ാം ക്ലാസ്സിന് ഈ വർഷം സർക്കാർ ഒരു 8ന്റെ പണി കൊടുത്തിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരുന്നില്ല. മിനിമം മാർക്ക് എല്ലാ വിഷയത്തിലും 30% മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികളെ ഒന്നും തന്നെ പാസ്സാക്കിയില്ല. ഈ വെക്കേഷൻ കാലത്ത് വരെയും അവരെ സ്കൂളുകളിൽ വിളിച്ചു വരുത്തി വീണ്ടും ക്ലാസുകൾ നടത്തി, തുല്യതാ പരീക്ഷകൾ നടത്തി, വീണ്ടും ഒരു റീ എക്സാം ഇന്ന് 26-27 ദിവസങ്ങളിൽ, ഏപ്രിൽ 26-27 ദിവസങ്ങളിൽ നടത്താൻ പോവുകയാണ്. അതിലും 30% മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾ വീണ്ടും 8ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു വലിയ സമൂഹം വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, 8ാം ക്ലാസ്സിന് മാത്രമാണോ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്? 9നും 5നും 6നും 7നും ഇങ്ങനെ ഇല്ലേ? അതേ 8ഉം 10ഉം മാത്രമാണോ? അതിനെല്ലാം ഉത്തരമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ 5 മുതൽ 9 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മിനിമം മാർക്ക് ഇല്ലെങ്കിൽ പാസ്സാകില്ല. വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും 30% മാർക്കെങ്കിലും വാങ്ങുന്ന വിദ്യാർത്ഥികളെ മാത്രമേ അടുത്ത വർഷത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ തന്നെ വെക്കേഷൻ ക്ലാസ്സുകൾ നൽകി വീണ്ടും പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ നിങ്ങൾ മികവുള്ളവരാണെന്ന് തെളിയിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും സ്ഥാനക്കയറ്റം കിട്ടും. അപ്പോൾ 8ാം ക്ലാസ്സിന് മാത്രം ഈ വർഷം കൊടുത്ത പണി അടുത്ത വർഷം മുതൽ 5 മുതൽ 9 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ബാധകമാകുവാൻ പോവുകയാണ്. നന്നായി പഠിച്ച് 30%-ൽ മേലെ മാർക്ക് വാങ്ങിയാൽ മാത്രം നിങ്ങൾക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് പോകുക. ഇതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ പ്രധാനപ്പെട്ട വാർത്തകളും നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ചാനലിലൂടെ ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരുന്നോളൂ.